ഹേ ഗൈസ്, നമ്മുടെ വീട്ടിലൊക്കെ പെരുന്നാളായി കഴിഞ്ഞാൽ പിള്ളേരെ പള്ളിയിലേക്ക് കൊണ്ടുപോയാൽ കളിപ്പാട്ടം കിട്ടാതെ ഒന്നാരും അവിടെ നിന്ന് പോരില്ല അല്ലേ. അങ്ങനെ ആനമോള് വാശി പിടിച്ച് വാങ്ങിച്ചൊരൈറ്റാണ് കേട്ടത്. ഞങ്ങൾ ഞങ്ങളുടെ വക ഒരു സെറ്റ് കളിപ്പാട്ടങ്ങൾ പിള്ളേർക്ക് വാങ്ങി കൊടുത്തിരുന്നു. അതിനുശേഷം ആൻറ്റി പള്ളിയിൽ പോയി വന്നപ്പോൾ പിള്ളേർക്ക് വാങ്ങിക്കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അടുത്ത പരിപാടി അവരുടെ. അപ്പോൾ ആനിമോൾക്ക് ഇങ്ങനെ ഒരു മാജിക് സ്ലേറ്റ് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. നമ്മളതിൽ എഴുതി കഴിഞ്ഞിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകും. അവളാണ് ചുമരുമ്പോൾ മുഴുവൻ വരച്ചിരുന്ന ആൾ. അവൾക്ക് പറ്റിയായിട്ടാണ്. ആദ്യക്കുട്ടിൻ്റെ ഇങ്ങനത്തെ ഒരു മാജിക് ബുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെന്നിൽ വെള്ളം നിറച്ചിട്ട് അത് വെച്ച് വരയ്ക്കുമ്പോൾ അതിൽ ചിത്രങ്ങൾ തെളിഞ്ഞു വരും. ജോക്കുട്ടിന് ഫോണ്, വാച്ച്, കണ്ണട അങ്ങനത്തെ ഐറ്റംസ് ആണ്. ചെക്കനത് കിട്ടിയപ്പോൾ ഭയങ്കര പത്രാസായിരുന്നു കേട്ടോ. അത് വെച്ചിട്ടാണ് നടപ്പ്. പിന്നെ കുറച്ച് നേരം മാത്രം അവനവരുടെ ഐറ്റംസ് എടുത്ത് കളിക്കുള്ളൂ. പിന്നെ അപ്പുറത്തെ ആളുടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തല്ലായിരിക്കും. ജോക്കുട്ടന് വാങ്ങിച്ച ബസ്സും ഫോണും കണ്ണടയും മാച്ചുമൊക്കെ കിട്ടി ഭയങ്കര സ്റ്റൈലായി നടക്കുകയാണ്. ആനിമോൾക്ക് കുഞ്ഞൊരു അസൂയ വരുന്നുണ്ട്. അവൾ അതിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. എപ്പോഴാണ് അവളത് റാഞ്ചുക എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. പിള്ളേർ കളിപ്പാട്ടങ്ങൾ ചോദിക്കും, വാശി പിടിക്കും. ചിലപ്പോൾ നമ്മളത് വാങ്ങിയും കൊടുക്കും. എന്നാലും കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അവരത് നശിപ്പിച്ചു എടുക്കും. ചില സാധനങ്ങൾ മാത്രമേ ജീവനോടെ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെ പെരുന്നാളിൻ്റെ ഓളങ്ങളെല്ലാം അവസാനിച്ചു.